ഒരു ക്രിസ്തീയ ഭക്തിഗാനമുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈ പാട്ടിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യരായ എല്ലാവരും ഈശ്വരനെ തിരക്കി നടക്കുകയാണ്. ശരിക്കും അവസാനം ഈശ്വരൻ എവിടെയാണ് ഉള്ളതെന്നാണ് ആ പാട്ടിൽ പറയുന്നത് അറിയാമോ? സ്വന്തം ഹൃദയത്തിലാണ്. ഈ തിരക്കി നടന്ന എല്ലാ സ്ഥലങ്ങളിലും, ഭൂമിയിലെ എല്ലാ കോണുകളിലും പോയി തിരക്കിയിട്ടും ഈശ്വരനെ കണ്ടില്ല. അവസാനം ഈശ്വരനെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെയാണ് ഈശ്വരനെ കണ്ടതെന്നാണ് ആ പാട്ടിലുടനീളം നമുക്ക് മനസ്സിലാകുന്നത്. ആ പാട്ട് കേട്ടവർക്കറിയാം. ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ, വ്യക്തമായി അറിവും വിവരമുള്ളവർ ഇത്രയും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടും പിന്നെ എന്തിനാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഈ റോഡിൻ്റെ നടുക്കും, ഈ പറയുന്ന ഉത്സവങ്ങളും, ഈ പറയുന്ന കാട്ടിക്കൂട്ടും, ഈ പറയുന്നത് പോലെ പള്ളിപ്പെരുന്നാളും, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളിൽ നിന്ന് പൈസ പിടുങ്ങാൻ. അത്രേ ഉള്ളൂ. അതിനു വേണ്ടി തന്നെയാണ്. അവനവൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരനെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഈശ്വരനെ നമ്മൾ ദേവാലയത്തിൽ പോയി തപ്പുന്നത്? നമ്മളുടെ ഹൃദയത്തിലെ ഈശ്വരനെയും കൊണ്ടാണ് ദേവാലയത്തിലോട്ട് പോകുന്നത്, അല്ലേ? പാട്ടിൻ്റെ വരികൾ എഴുതിയത് 100% കറക്റ്റാണ്. അതായത് നമ്മളുടെ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ഒരിക്കലും ഈ പറയുന്നത് പോലെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച യേശുവോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണ ഭഗവാനോ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയോ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ഒന്നുമല്ല. ആ പറയുന്ന ഈശ്വരൻ, ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈശ്വരനൊന്നും അല്ല നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ. നമ്മളുടെ ഹൃദയത്തിൽ എല്ലാവരിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ സത്യം തന്നെയാണ്. സാത്താൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന നമ്മളുടെ ഹൃദയത്തിലെ തിന്മ, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ തോന്നുന്ന കള്ളം, മറ്റൊരുത്തിനെ ദ്രോഹിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന ആ നീചമായ പ്രവൃത്തിയെ, ആ മനസ്ഥിതിയെയാണ് നമ്മൾ ശരിക്കും സാത്താൻ എന്ന് വിളിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടത് നമ്മളൊരാളെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരാളെ എന്താ പറയുക, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ തോന്നുന്ന നമ്മളുടെ മനസ്ഥിതിയാണ്. ഇത് രണ്ടും അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിഗ്രഹങ്ങളിലും, ഒരു ദേവാലയങ്ങളിലും, ഒരു അമ്പലങ്ങളിലും ഒന്നും ഒരു ഈശ്വരനും ഇല്ല. അതൊക്കെ ഗ്രന്ഥങ്ങളിൽ മാത്രം ആരുടെയൊക്കെയോ ഊഹാപോഹങ്ങൾ വഴി എഴുതി വെച്ച വെറും കോപ്രായങ്ങൾ, വെറും കഥകൾ മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. വണ്ടാന ആശുപത്രി എനിക്ക് നേരിട്ട് കാണാനും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനും ഏറ്റവും അടുത്തുള്ള ആശുപത്രി ആലപ്പുഴ വണ്ടാന ആശുപത്രി ആയതുകൊണ്ട് തന്നെ എൻ്റെ നേരിട്ടുള്ള അനുഭവം കൂടിയാണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാവും, ഈ ഭൂമിയിൽ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്. അതുതന്നെയാണ് സത്യം. സ്വർഗവും നരകവും ഈ ഭൂമിയിലാണെന്ന് ഞാൻ ഉദാഹരണം മാത്രം, അതായത് വണ്ടാന ആശുപത്രി എന്ന് പറയുന്നത് ഉദാഹരണം മാത്രമാണ്. അതുപോലെ തന്നെ അനവധി ഒരുപാട് ആശുപത്രികളും മറ്റ് സ്ഥലങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലായിടത്തും വിവരിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്നതും നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ ഒരാശുപത്രി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. വണ്ടാന ആശുപത്രിയിലെ അവിടെ ചെന്നവർക്കറിയാം, സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ്. സ്വർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നല്ലവരായ മനുഷ്യരുടെ സഹായം നിത്യേന ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. പേരറിയില്ല, ഊരറിയില്ല, ആരാന്നറിയില്ല, ഏതോ സ്നേഹവും ലാളനയും നല്ല മനസ്ഥിതിയുമൊക്കെ ഉള്ള ആളുകൾ കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗം കൊണ്ടേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ ആശുപത്രി. ഞാൻ നേരിട്ട് കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. കൃത്യമായിട്ട് രാവിലെ കൊണ്ടുതരുന്ന ഭക്ഷണം, 10 മണിക്ക് കൊണ്ടുതരുന്ന ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് 1 മണിക്ക് കൃത്യമായിട്ട് കൊണ്ടുതരുന്ന ലഞ്ച്, വൈകുന്നേരം കൊണ്ടുതരുന്ന കഞ്ഞി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു മാനത്തുനിന്ന് പൊട്ടി വീണതല്ല. ഏതൊക്കെയോ കുടുംബങ്ങളിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിയർപ്പിൻ്റെ ആ മൂല്യത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഉണ്ടാക്കിയേച്ചും അത് കൃത്യമായിട്ട് പൊതിഞ്ഞ് ഭക്ഷണ പൊതിയാക്കി അത് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ട് അത് അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തപ്പെടുമ്പോൾ അവിടെ സ്വർഗം ഉണ്ടാകുകയാണ്. ആ സ്വർഗത്തെ നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ അവിടെ ചെല്ലണം. ആരാണെന്നറിയില്ല, ഊരറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അതേപോലെ നരകതുല്യമായ അവസ്ഥയുമുണ്ട്. നമ്മൾ ഒരുപാട് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ച ആളുകൾ, സന്തുഷ്ടമായിട്ട് ജീവിച്ച ആളുകൾ, അത് ഞാനാകാം, നിങ്ങളാകാം, ആരുമാകാം, മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട്
ഒരുപാട് രോദനത്തോടെ കിടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, അല്ലെങ്കിൽ ജീവിതം ഒരുപാട് ബാക്കിയുണ്ടായിട്ടും ജീവിച്ച് കൊതി തീരാഞ്ഞിട്ടും ശരീരത്തിൽ നിന്ന് ഒരുപാട് ചോര നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് അടുക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ കാണുമെങ്കിൽ അവിടെ ചെല്ലണം. സ്വർഗവും നരകവും എല്ലാം അവിടെ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇവിടെ ഈ പറയുന്ന ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഈ പറയുന്നത് പോലെ 10,000-50,000 വാട്ട്സ് പിന്നെ ബോക്സും ലൈറ്റും സ്പീക്കറും ഇതെല്ലാം തള്ളി വെച്ചിട്ട് കുറേ പാട്ടും ബഹളവും വെടിക്കെട്ടും കരിമരുന്നും കാശും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കാണിക്കുന്ന കൂത്താട്ടങ്ങൾ, ഒരിക്കലും ഇതൊന്നും ദൈവം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ളതല്ല, ദൈവത്തിൻ്റെ ഭാഗമല്ല. ഒരു പക്ഷേ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാസ്ത്രം എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ ആ കണ്ടുപിടുത്തത്തിലൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, ഈ കാണുന്ന അമ്പലങ്ങളിലോ ദേവാലയങ്ങളിലോ ഒന്നും ദൈവം ഉണ്ടാകത്തില്ല. അവിടെ ഒന്നും ഉണ്ടാകില്ല. ദൈവം ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ദൈവം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ പറയുന്ന കഷ്ടപ്പെടുന്നവൻ്റെയും ഈ പറയുന്ന യാതന അനുഭവിക്കുന്നവൻ്റെയും ഇതുപോലുള്ള ആശുപത്രികളിലൊക്കെ ആയിരിക്കും. അല്ലാതെ ഇത്രയും കോപ്രായങ്ങൾ കാണിച്ച് ഈ പറയുന്നത് പോലെ ഇത്രയും ബൾബ്, പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം ദേവാലയങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ചൂട്ട് കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും ഒക്കെ ഈ കറണ്ടില്ലാഞ്ഞ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ, ശാസ്ത്രം വളർന്നപ്പോൾ പതിയെ ഈ പറയുന്നത് പോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയി, മൈക്കായി, വലിയ വലിയ സ്പീക്കറായി, പിന്നെ അതുപോലെ കോളാമ്പികളായി, കാലത്തിനനുസരിച്ച് ഡെവലപ്പാക്കിക്കൊണ്ട് വരികയാണ് കാര്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഈ പറയുന്നത് പോലെ ശാസ്ത്രം വളരുന്നതനുസരിച്ച് വളരുന്ന ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാത്രമാണ് ഈ പറയുന്നത് പോലെ ദേവാലയങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം. ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയുമോ? DYFIക്കാർ എന്ന് പറയുന്ന അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ആ ഭക്ഷണം, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇതൊന്നും നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവർ പോയിട്ട് കൃത്യമായിട്ട്, ചെറുപ്പക്കാർ പോയിട്ട് 3 നേരം കൊണ്ടേ കൊടുക്കുന്ന ഭക്ഷണത്തിനായിട്ട് ക്യൂ നിന്ന് കൃത്യമായിട്ട് അവർ കൊണ്ടേ കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിച്ച് കൃത്യമായിട്ട് ആ വണ്ടാന ആശുപത്രിയിൽ ഉപജീവന മാർഗം കഴിച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് രോഗികളുണ്ട്, നിത്യേനയുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്താണ് ഒരു വീഡിയോ. കാരണം നമ്മൾ എന്ത് തിന്മ ചെയ്താൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ നന്മ ചെയ്താലും നമ്മൾ അത് 4 ആൾ നമ്മുടെ വാഗോണ്ട് പറയണം. എനിക്ക് DYFIക്കാരുടെ വണ്ടി വരുമ്പോൾ അവർ ആ ചെയ്യുന്ന ചെറുപ്പക്കാർ ആ നട്ടുച്ച വെയിലത്ത് കിടന്ന് അവർ ഓടുന്ന ആ ഓട്ടം, ആ ഭക്ഷണപ്പൊതികൾ കൊടുക്കാനും തിരിച്ച് ആ വേസ്റ്റ് വാരിയിട്ട് വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കാനും ഒക്കെ അവർ കാണിക്കുന്ന ആ ഒരു മനസ്ഥിതി, അതിനെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം അതാണ് യഥാർത്ഥ സ്വർഗം, അതാണ് യഥാർത്ഥം. അവർക്ക് ദൈവമില്ല, പക്ഷെ ദൈവങ്ങളുണ്ട്. ദൈവങ്ങൾ എവിടെയുണ്ട്? അതൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന പുണ്യപ്രവൃത്തിയും ഈ നരയാതനയുടെ ഇടക്കുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന സകല പള്ളികളിലും സകല അമ്പലങ്ങളിലും ദൈവങ്ങളുണ്ട് അല്ലേ? പക്ഷെ ഒരു പ്രയോജനമില്ല. പ്രിയമുള്ളവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നാട്ടിലെ നമ്മളുടെ ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇതുപോലുള്ള ഈ പറയുന്ന ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കാൻ സാധിച്ചാൽ അവിടെയാണ് സ്വർഗം. കണ്ണീര് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനായിട്ട് കാശില്ലാതെ വരുന്നവൻ്റെ പോക്കറ്റിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം 100-ൽ 1% നിങ്ങൾക്ക് അവൻ്റെ പോക്കറ്റിൽ തിരിവെക്കാൻ പറ്റുമെങ്കിൽ ആരും അറിയാതെ, അതാണ് ശരിക്കും സ്വർഗം, അതാണ് ദൈവം. അതല്ലാതെ ഈ കാണുന്ന 50,000 വാട്ട്സ് ആംപ്ലിഫയറും വെച്ച്, മൈക്കും വെച്ച്, ബോക്സും വെച്ച് അതിൻ്റെ അടുത്ത് കാണുന്ന തുള്ളുന്ന കോപ്രായം കാണിക്കുന്ന പ്രവണതയെ ദൈവമൊന്നും ദേവാലയമൊന്നും വിളിക്കുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ദൈവം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു വസ്തുതയുമില്ല. വസ്തുത വിരുദ്ധമായ മനുഷ്യൻ്റെ ഊഹാപോഹങ്ങൾ വഴി എഴുതി വെച്ച വിവരക്കേടിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ആ കോപ്രായത്തിൻ്റെ ശരിയായ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ആ കോപ്രായങ്ങളുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഇതിൻ്റെ പുറകെ പോകുന്ന വിശ്വാസികളും ആ അമ്പലങ്ങളും ദൈവങ്ങളും എല്ലാം. ഒരു 10 പൈസയുടെ പ്രയോജനമില്ലാത്ത പരിപാടിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ പൊങ്കാലയിടണേ ഇടാം, തെറി വിളിക്കണേ വിളിക്കാം. നിങ്ങൾ തലകുത്തി മറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആകാശത്തു നിന്ന് മന്ന പൊഴിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് യഥാർത്ഥ സംതൃപ്തിയും സമാധാനവും കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചെല്ലുക. അവിടെ വേദനിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ മരുന്നോ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ യഥാർത്ഥ ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു പക്ഷേ നിങ്ങൾ ആർക്കാണോ ചെയ്തത്, ആർക്കാണോ ഉപകാരം ചെയ്തത്, അവൻ്റെ കണ്ണിലായിരിക്കും, അല്ല അവൻ്റെ മുഖത്തായിരിക്കും.
ആ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളുടെ ഉറക്കത്തിൽ വരെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾ ഒരിക്കലും അമ്പലങ്ങളിലും പള്ളികളിലും പോയി സമയം കളയാതെ നിങ്ങളുടെ അടുത്ത് മനുഷ്യർ കിടന്ന് പിടയുന്ന സ്ഥലത്തേക്ക് പോവുക. അവരുടെ ആത്മാവിനെ തൊട്ട് അവർക്ക് ശാന്തിയും സമാധാനവും ഒരു നേരത്തെ ഭക്ഷണവും കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്നദ്ധരാകുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും ലഭിക്കത്തില്ല. ഒന്നും ലഭിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് മന്ന പൊഴിയും, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ആർക്കും ഒരു ഉപകാരം ചെയ്യരുത്. നിങ്ങളുടെ മനഃശാന്തി, നിങ്ങളുടെ സംതൃപ്തി, നിങ്ങൾക്ക് ഒരു നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ആർക്കെങ്കിലും ഉപകാരം ചെയ്യുക. ഞാൻ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നടപടികളെ എതിർക്കുന്നത് പോലെ തന്നെ അവരുടെ നല്ല പ്രവൃത്തികളെ ചൂണ്ടിക്കാണിക്കേണ്ടതും എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്നത് 100% അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അത് എടുത്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്.